യുക്രൈൻ യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈസ്റ്റർ പ്രമാണിച്ചാണ് റഷ്യ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. റഷ്യൻ പ്രാദേശിക സമയം ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ തിങ്കളാഴ്ച പുലർച്ചെ വരെയാണ് താൽക്കാലിക വെടിനിർത്തൽ. അതേസമയം റഷ്യയുടെ പ്രഖ്യാപനത്തോട് യുക്രൈൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മനുഷ്യത്വപരമായ പരിഗണനകളുടെ അടിസ്ഥാനത്തിലാണ് ഈസ്റ്റർ ദിനത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതെന്ന് റഷ്യൻ സൈനിക മേധാവി വലേറി ഗെരസിമോവിനോട് പുടിൻ പറഞ്ഞെന്നാണ് റിപ്പോർട്ട്. റഷ്യയുടെ മാതൃക യുക്രൈനും പിന്തുടരുമെന്നാണ് താൻ കരുതുന്നതെന്നും പുടിൻ പറഞ്ഞു. Out of humanitarian consideration from 18 hours from 6 p.m. until midnight, the Russian Federation declares an Easter truce. I order for this period to stop all the hostilities for this period from 6 p.m. until midnight, considering, and we expect the Ukraine to follow this example. At the same time, we need to be ready to fend off any aggression coming from Ukraine. We know that the Kiev regime. അതേസമയം യുക്രൈന്റെ ഭാഗത്തു നിന്ന് വെടിനിർത്തൽ ലംഘനങ്ങളുണ്ടായാൽ അത് നേരിടാൻ സൈന്യത്തെ സജ്ജമാക്കുമെന്നും പുടിൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ റഷ്യയുടെ പ്രഖ്യാപനത്തോട് യുക്രൈൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിന് പിന്നാലെ യുക്രൈനിലെ ഊർജ്ജ വിതരണ സംവിധാനങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ 30 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ പുടിൻ സമ്മതിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷവും ആക്രമണങ്ങൾ ഉണ്ടായതായി ഇരു രാജ്യങ്ങളും പരസ്പരം ആരോപിച്ചിരുന്നു. 100-ലധികം തവണ യുക്രൈൻ തങ്ങളുടെ ഊർജ്ജ വിതരണ സംവിധാനങ്ങളെ ആക്രമിച്ചെന്നായിരുന്നു പുടിൻ കുറ്റപ്പെടുത്തിയത്. അതേസമയം യുദ്ധത്തടവുകാരായി റഷ്യ യുക്രൈൻ ജയിലുകളിൽ കഴിയുന്ന 492 പേരെ UAEയുടെ മധ്യസ്ഥതയിൽ മോചിപ്പിച്ചു. 246 യുക്രൈൻ തടവുകാരെ റഷ്യയും 246 റഷ്യൻ തടവുകാരെ യുക്രൈനും കൈമാറി. ഇതുവരെ UAEയുടെ ഇടപെടലിലൂടെ 3725 തടവുകാർക്കാണ് മോചനം ലഭിച്ചത്. മധ്യസ്ഥ ശ്രമങ്ങളുമായി സഹകരിച്ച ഇരു രാജ്യങ്ങളെയും UAE വിദേശകാര്യ മന്ത്രാലയം അഭിനന്ദിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.